എന്താ? ആ കുട്ടി നോക്കിക്കോളൂ, ഞാൻ എന്തായാലും ഒന്ന് ശ്രമിക്കാം. കൊച്ചു പറഞ്ഞതിന് കാര്യമുണ്ട്. അവനൊന്ന് വിളിക്കാം. എല്ലാവരും ഇച്ചിരി ദേഷ്യം വരത്തില്ലേ? നീ ശ്രമിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടില്ലല്ല. സാറ് പറഞ്ഞു സാറ് നോക്കാം ശ്രമിക്കാമെന്ന് പറഞ്ഞു. സാറിൻ്റെ മോനെ വിളിക്കുന്ന കേട്ടു. എനിക്കറിയില്ല എന്തിനാണ്. നീ പറഞ്ഞോ? സാറ് സമ്മതിച്ചോ? ശരിക്കും You're my best friend. Really, I love you. You're my best friend. You're my real friend. എടേ, ഞാൻ ചെയ്തത് ശരിയല്ല. നിങ്ങൾ പറ, ഞാൻ ചെയ്തത് ശരിയല്ലേ? ഞാൻ പറഞ്ഞടി, നീ കരയാതെ. പറഞ്ഞില്ലേ പിന്നെന്നാ? ചിരിച്ച് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ഗൗരി, ഒന്ന് വരാമോ? യെസ്. എന്താ വിളിച്ചേ? അത് പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇത് പറയാനാണോ വിളിച്ചത്? ബട്ട് ഐ ഹേറ്റ് യു. എനിക്ക് ആരെയും ഇഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് ടു മാരേജ്. എന്താടി? ആരും പ്രപ്പോസലായിട്ട് വിളിച്ചത്. ഞാൻ പറയും ഐ ഹേറ്റ് യു. ഇത്രയേ ഉള്ളൂ. നമ്മൾ സിംഗിൾസ് ആണോ? നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യായിരുന്നു. ഞാനൊക്കെ ആയിരുന്നു എപ്പോഴേ അക്സെപ്റ്റ് ചെയ്യാൻ. ചുമ്മാറിഞ്ഞേട്ടാ. അല്ല, പറഞ്ഞ പോലെ നിന്നെ ഞാൻ പിടിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരെ ഏൽപ്പിച്ചിട്ട് പോയായിരുന്നല്ലോ. അവരൊക്കെ എപ്പോഴേ മുങ്ങി. മുങ്ങിയാ? അവര് മുങ്ങി. എന്തിന്? അതാ അവർക്ക് പിടിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ തന്നെ എൻ്റെ കൈ പിടിച്ചു വെച്ചു എന്നായിരിക്കുമല്ലോ നീ പറയുന്നു. റൈറ്റ്? കറക്റ്റ്. എൻ്റെ അമ്മേ, എന്നാലും അവളൊന്നും എങ്ങോട്ടായിരിക്കുന്നു ആർക്കറിയും. എന്തായാലും പോട്ടെ, എനിക്ക് വയ്യ. എനിക്കാണ് എന്താ ചെയ്യുക. പൂങ്കുയിൽ പാടുന്ന കേട്ട് എന്നാ ചെയ്യും? എന്തോ ചെയ്യൂടി ഞാൻ? നിൻ്റെ സ്ട്രെസ് റിലീഫ് ആവാൻ വേണ്ടി ഞാനൊരു പാട്ട് പാടട്ടെ. എനിക്കറിയാവുന്ന പോലെ ഞാൻ പാടട്ടെ. ചെമ്പഴുക്ക തൊട്ടടുത്ത് അമ്പലം പൂട്ടുന്നതാര്? ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പ് കുലുക്കണതാര്? അങ്ങ് തൊട്ട് ഇങ്ങ് തൊട്ട് അക്കുത്തിക്കുത്തോടുമാറ തൂവെളിച്ചം ചാറിവിടെ മാമലം ഞാനൊന്നു കണ്ടേ. ചെന്തമിഴിൻ പൂന്തുണഞ്ഞ് പൂങ്കുയിൽ പാടുന്ന കേട്ടേ. എന്തൊരു ചേലാണ് നെഞ്ചിലു നേരാണ് എൻ്റെ കിനാവാണ് എന്തിനും നീയാണ്. അത്ര അറിയത്തുള്ളൂ. ഒരു ക്ലാപ്പെങ്കിലും തരാമായിരുന്നു. കേട്ടോ? ഇവിടെ ഒരു ക്ലാപ്പ് തരാമായിരുന്നു കേട്ടോ. താങ്ക് യു. എപ്പടി ഇருக்கு രണ്ട് സോങ് പൊളിച്ച്. കുഴപ്പമില്ലെന്നല്ലല്ലോ നീ പറയത്തുള്ളല്ലോ. ഞാൻ സത്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വയ്യ, എനിക്കും വയ്യ. എൻ്റെ ഫോൺ അടിക്കുന്ന ഒരു മിനിറ്റ് ഞാൻ വരാവേ. ഹലോ, അമ്മ പറ. ഞാൻ ഇവിടെ കോളേജിലുണ്ട്. ആണോ? ഓക്കെ. നോക്കാം ഞാൻ. അയച്ചിട്ടുണ്ടോ? നോക്കാം. അങ്ങനെ അവളും പോയി. ഇതെവിടാ?
ഉണ്ടല്ലോ. ഇന്നലെ കണ്ടോ ബസ് ഇപ്പോൾ. ഹലോ, അമ്മ പറയൂ. ഞാനിവിടെ കോളേജിലുണ്ട്. എന്താ അമ്മ? ആണോ? ശരിക്കും വരാൻ പറ്റുമെന്ന് അറിയില്ല. ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കാം. നോക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? നോക്കാം. ഞാൻ മിസ്സിനോടൊന്ന് ചോദിക്കാം. പറ്റുവാണെങ്കിൽ വരാം കേട്ടോ. ഉറപ്പൊന്നും പറയുന്നില്ല. ശരി എന്നാലും ഒന്ന് വിളിക്കണേ. ഞാൻ വരുവാണെങ്കിൽ വിളിച്ച് പറയാവേ. എന്തോ പറ്റിയെന്ന് ഒരു കുഴപ്പമില്ലാതിരുന്നു. എന്തോ പറ്റടി? ഒന്നും ഇല്ലടി. ഒരു അമ്മ ഉണ്ടല്ലോ, അമ്മ ഇപ്പോൾ വിളിച്ചിട്ട് അമ്മ പറയുക ഉണ്ടല്ലോ. എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങളാണ്. എൻ്റെ മാമന് എന്തോ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രിയില്ല. ചെല്ലാൻ പറ്റുമെന്ന് ചെല്ലാൻ എനിക്കറിയില്ല. ഞാൻ പോകണോ വേണ്ടെന്ന്. നീ പോയിട്ട് വാ. പക്ഷെ എനിക്കറിയില്ലടി, എന്തോ ചെയ്യും. ഞാൻ മുടിക്ക് കളറ് ചെറുതായിട്ട് എടുത്തടി. ഇത് കുറച്ച് നാളെ നിൽക്കത്തുള്ളൂ. ഞാൻ എന്താ പറയുക, നാളൊന്നും നിൽക്കത്തില്ല. 2 ദിവസം കുളിക്കുമ്പോഴത്തേക്കും. ഇനി ഞാൻ പോകണമല്ലേ. ഫാസ്റ്റ് ഡേ ആയിരുന്നു. കുഴപ്പമില്ല, ഞാൻ പോവാടി. ഞാൻ മിസ്സിനോടൊന്ന് പോയി ചോദിക്കട്ടെ. മിസ്സേ ടീച്ചറെ, എന്തോ എൻ്റെ അമ്മയുടെ ആങ്ങളൊക്കെ, അതായത് എൻ്റെ മാമന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു ആശുപത്രിയില്ല. അതുകൊണ്ടൊന്ന് പെട്ടെന്ന് ചെല്ലാൻ പൊക്കോട്ടെ. പൊക്കോ. ഞാൻ വരാം കേട്ടോ. പെട്ടെന്ന് തന്നെ വരാമേ. ഇതുവരെ ഞാൻ പോവാടി. ശരി, ഞാൻ ബാഗെല്ലാം എടുക്കണം. ശരി, ഞാൻ ഒരാഴ്ചക്കകം വരുവേ. പഠിപ്പിച്ചെല്ലാം എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, മാമനായിപ്പോയില്ലേ. പഠിപ്പിച്ചെല്ലാം പറഞ്ഞു തന്നു. പോവാടി. മിസ്സേ പോവാട്ടോ. ടാറ്റാടി. പോവാ ശ്രീകുട്ടി. ബൈ. വിളിക്കാം കേട്ടോ. വിളിക്കാം. എടി ഉണ്ടല്ലോ, നീ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം പറയാം. ബൈ ശ്രീകുട്ടി. ബൈ. മോളെ അവിടെ നിന്നു. എന്താ കേട്ടോ പറയാം? എന്താ നീ അടപ്പോടി ഫസ്റ്റ് ഡേ വന്നു? അത് പിന്നെ വീട്ടിലൊരു അത്യാവശ്യം എമർജൻസി ആയിരുന്നു. ഞാൻ വീട്ടിൽ പോകായിരുന്നു. അങ്ങനിപ്പോൾ നീ വീട്ടിൽ പോകണ്ട. എന്തായിട്ടെന്നൊരു ചേട്ടന്മാർക്ക് എത്ര വലിയ പ്രശ്നം? ടീച്ചേഴ്സിനും മിസ്സിനും ഒന്നും പ്രശ്നമില്ലല്ലോ. പിന്നെ ചേട്ടന്മാർക്ക് എന്താ ചേട്ടൻ കളിക്കാൻ മാറിയിട്ടാ. മോളെ, നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട കേട്ടോ. എന്താ ചേട്ടന്മാർക്ക് ഇത്ര പ്രശ്നം? ഞാനല്ലേ, എൻ്റെ കാര്യം വെച്ചല്ലേ ഞാൻ പോണേ. ചേട്ടന്മാർക്ക് എന്താ പ്രശ്നം? എന്നിട്ട് ഇത്ര പ്രശ്നം? സീനിയേഴ്സ് ഷടാ, അവള് മുങ്ങിക്കളഞ്ഞടാ. അല്ല പിന്നെ എന്നോടാ കളി. സീനിയേഴ്സ് റാഗിങ് എന്നും പറഞ്ഞ് വന്നേക്കും. അയ്യോ ഗൗജി, ഫോൺ എടുത്തില്ല. മറന്നു. അവരത് പോയി പോവാം. എന്തോ പറ്റി ശ്രീകുട്ടി? ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ പോകുന്ന വഴിക്കുണ്ടല്ലോ 2 ചേട്ടന്മാരെ എന്നെ വിളിച്ച് റാഗിങ് നടന്നു. ഇനിയിപ്പോൾ അവർ കാണാതെ പതുക്കെ വന്നു. സൂക്ഷിക്കണം കേട്ടോ. ഫ്രഷേഴ്സ് ഡേ പോയി. പോവാ. ഫോൺ സ്വിച്ച് ഓഫ്. ചാർജർ പോണേ. വീണ്ടും അവരാ സൈഡിൽ കൂടെ പോയി. അങ്ങനെ അവള് പോയി. ഇനി ഞാൻ ഒറ്റയ്ക്ക്. അമ്മു ശ്രീലക്ഷ്മി ആണെങ്കിൽ
അവർ പുറത്തും പോയി, ഞാൻ ഒറ്റയ്ക്ക്. അയ്യോ, 2 സീനിയേഴ്സ് ഇല്ലേ, അവരൊന്നും കാണാത്ത പോലെ ഫോണിൽ തുണ്ടിരിക്കും. ഹലോ, എന്താടാ? ഓഹോ, ഓ ഓ, എന്താ ചെയ്യാ? എന്താ പ്രശ്നം? എടി, അത് പിന്നെ ഇപ്പം ഗൗരി ഇവിടുന്ന് പോയില്ലേ, അവൾക്ക് ആക്സിഡൻ്റായി. ആക്സിഡൻറ്റാ? എന്ത് പറ്റി? അറിയില്ല അടി. അവൾ അലശേ നമ്മുടെ വരുൺ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു എന്തുവാ ഗൗരി ആക്സിഡൻ്റായി പെട്ടെന്ന്, മറ്റേ അപ്പുറത്തെ മെഡിക്കൽ കോളേജസ് എല്ലാം പറഞ്ഞു. അവൾ ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കുക. ഓ മൈ ഗോഡ്, പേടിയാണ്. നമുക്ക് 2 പേർക്കും കൂടെ പോവാം. പോവാം, പെട്ടെന്ന് റെഡിയാവും. ഞാനും പെട്ടെന്ന് മിസ്സിനോട് പറയാം, നമുക്ക് പെട്ടെന്ന് അപ്പുറത്തെ മെഡിക്കൽ കോളേജ് വരെ പോയിട്ട് വരാം നമുക്ക്. അല്ല പിന്നെ എന്തുവാ, നമ്മുടെ കൂടെ പഠിക്കുന്ന ഹോസ്റ്റലിൽ ആടി, അത് മാത്രമല്ല അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കൂടാതെ നിന്നെ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും അല്ലേ. പെട്ടെന്ന് പറയുന്നു. ഫോണെല്ലാം എടുത്തോണ്ട് കേട്ടോ. ഞാൻ റെഡിയായി, പാടി. ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. നിൽക്കണേ. ഞാനിതുണ്ടോ ഞാൻ ഗൗരി കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. ഇതെവിടെയാ ഞാൻ? ഇതെവിടെയാണെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല. എൻ്റെ ഫോണിൻ്റെ ഫോൺ ഒരു എഫക്റ്റ് അടിക്കാൻ പോലും. അല്ല, ഈ കിടക്കണ ശ്രീകുട്ടിയല്ലേ, അവള് ഗൗരി കാണുമ്പോ. ശ്രീകുട്ടി വെള്ളപ്പം പുറത്ത് എടുത്തിട്ടുണ്ട്. ഗൗരി ശ്രീകുട്ടി എനിക്ക് ശ്രീകുട്ടി. ശ്രീകുട്ടി എഴുന്നേക്ക്. ശ്രീകുട്ടി എഴുന്നേക്കടി. എവിടെയാണ്? അല്ല, അപ്പം ശ്രീലക്ഷ്മി എൻ്റെ അടുത്തുള്ള പ്ലീസല്ലേ. ഞാൻ വെള്ളം അല്ലാത്ത ശ്രീലക്ഷ്മി ആദ്യം ഗൗരി വിളിച്ചു നോക്കാം. ഹലോ ഗൗരി, നീ എവിടെയാ? വീട്ടിലാ? അപ്പം അമ്മാനുണ്ട്, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, ചുമ്മാ വിളിച്ചു നോക്കി, വെറുതെ അറിയാൻ വിളിച്ചതാണ്. ശരി, അവക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇത്ര നേരം കണ്ടതെന്താ? എനിക്ക് തോന്നിയതാണോ ശ്രീലക്ഷ്മി വിളിക്കുന്നതൊക്കെ?
എനിക്കറിയില്ല എന്തൊന്നേ. എന്തപ്പോ ചെയ്യാ? അല്ല ഞാൻ വീണത് ഈ